ഹായ്, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നാഷണൽ അവാർഡ് ഫിലിം നാഷണൽ അവാർഡിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പറയുന്നതല്ല, എനിക്കത് മനസ്സിലാവുന്നില്ല എന്തുവാണ് സംഭവം എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് വിജയിച്ച മൂവീസൊന്നും ശരിക്കും പറഞ്ഞാൽ നാഷണൽ അവാർഡിന് പോകാറില്ലായിരുന്നു. പണ്ട് അതിന് പ്രത്യേകം ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു. അതായത് ഇന്ന ടൈപ്പിലുള്ള പടം മാത്രമേ പോകത്തുള്ളൂ, അതായിരിക്കും നാഷണൽ അവാർഡ് കിട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം പണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ്റെയൊക്കെ പടങ്ങളൊക്കെ നമ്മൾ അതുപോലത്തെ നല്ല പടങ്ങൾ, അതായത് അവാർഡ് വിന്നിങ് ഫിലിംസ് വേറെ ഒരു ടൈപ്പ് ആയിരിക്കുമല്ലോ, അങ്ങനെയുള്ള പടങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ പെട്ടെന്ന് ഞാനിപ്പം ഇന്നലെ മെനങ്ങാന്നും കണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ നെറ്റിലിങ്ങനെ എന്തോ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിചാരിച്ചു ആരെങ്കിലും ട്രോൾ ചെയ്തായിരിക്കുന്നു. കാരണം കേരള സ്റ്റോറിക്ക് ബെസ്റ്റ് ഡയറക്ടറിൻ്റെ അവാർഡും പിന്നെ സിനിമാറ്റോഗ്രഫി, ഈ 2 അവാർഡ് കിട്ടിയത് കേരള സ്റ്റോറി എന്ന് പറയുന്നത് മറ്റേ ഒരു പ്രൊപ്പഗണ്ട മൂവിയാണല്ലോ അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളത്തെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അതിന് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിയും ഡയറക്ടറും. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ആരോ ട്രോൾ ഇറക്കിയതായിരിക്കും. കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ ട്രോൾ വരാറുണ്ടല്ലോ, നമുക്ക് ട്രോൾ കാണുമ്പം ഞാനത് തമാശ രൂപേണ എടുത്തു. പക്ഷേ ഞാനത് ഇന്നലെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത് സീരിയസ് ആണെന്ന് മനസ്സിലായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആടുജീവിതമൊക്കെ കൊള്ളത്തില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഈ അശുതോഷ് എന്ന് പറയുന്ന ഇതിൻ്റെ ചെയർപേഴ്സൺ ആണെന്ന് തോന്നുന്നു. പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആടുജീവിതമൊന്നും നാച്ചുറാലിറ്റി ഇല്ല, ആടുജീവിതത്തിന് നാച്ചുറാലിറ്റി ഇല്ല, ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. അത് എത്രത്തോളം എന്തോന്ന് പറയുന്നത്, ഇതിപ്പം എന്തു പറയുക, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ആടുജീവിതമോ കൊള്ളാത്ത പടമോ, അതും ഈ കേരള സ്റ്റോറിയും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ആകെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയാണ്. അതായത് നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കേരളത്തെ അടിച്ചാക്ഷേപിക്കുക, അതിനെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു മൂവിയാണ്. അത് വെച്ചിട്ട് നമ്മുടെ ആടുജീവിതത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെ കമ്പയർ ചെയ്ത് വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാം നല്ല നല്ല സിനിമകൾ വേറെ കിടപ്പുണ്ടെന്നറിയോ. സിനിമകൾ പോട്ടെ, ഇതിനേക്കാളും നല്ല ഡോക്യുമെൻ്ററികൾ വേറെ ഇറങ്ങുന്നുണ്ട്. അതിനെങ്ങാനും കൊടുത്താൽ പോരെ, സിനിമ എന്നുള്ള ആ പേരങ്ങെടുത്ത് മാറ്റിയാൽ മതിയല്ലോ. കാരണം ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൂവിയായത് ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ. അത് ഞാൻ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് 3-4 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് കണ്ടത്. കാരണം വെച്ചാൽ എനിക്കത് എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പോലും തോന്നില്ല. ശാലിനി ഉണ്ണികൃഷ്ണൻ, മലയാളി പെങ്കൊച്ചിൻ്റെ പേര് ശാലിനി ഉണ്ണികൃഷ്ണൻ. അങ്ങനെ 3-4 പേര് ഒരു റൂമിനകത്ത് വരുന്നതും, അങ്ങനെ അവിടുന്ന് അവർ എല്ലാവർക്കും അറിയാമല്ലോ, കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ കാണരുത്, കണ്ടു കഴിഞ്ഞാൽ ഉള്ള മൂടൂടെ പോകും. അതുകൊണ്ട് അത് കാണുകയും ചെയ്യരുത്. അങ്ങനെയുള്ളൊരു അലമ്പ് പടമാണ് സത്യം പറഞ്ഞാൽ. തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ അയ്യം, അതാണ് സത്യം പറഞ്ഞ ആ പടം. അങ്ങനെയുള്ളൊരു പടത്തിന് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാം വെട്ടി വെച്ചേക്കുന്ന പോലെയാണ് എഡിറ്റിംഗ് ഒക്കെ. എനിക്ക് ഒരു വകയും മനസ്സിലായിട്ടില്ല. ഞാൻ എഡിറ്റിങ്ങിനെ പറ്റിയൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നാലും നമുക്ക് ഈ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഫ്ലോ ഉണ്ടല്ലോ. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്, എനിക്ക് ചെറിയ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാത്തത് പോലും എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള എഡിറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു പേടിയുണ്ട്. കാരണം ഞാൻ ചെയ്യുമ്പോൾ എല്ലാം ഒരുമാതിരി കട്ടായിട്ട് പോകും. എനിക്കത് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോഗ്രാഫി ചെയ്യത്തില്ല, ഞാൻ ഫോട്ടോഗ്രാഫി മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഞാനിത് കാണുമ്പോഴേ എനിക്ക് ആ ഒരു ഫ്ലോ ഒരിക്കലും കിട്ടിയിട്ടില്ല ആ സിനിമയിൽ. എന്തുവാണ് അവർ ചെയ്തു വെച്ചേക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ബെസ്റ്റ് ഡയറക്ഷൻ, ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി, ഒന്നും പറയാനില്ല. ഇത് പക്ക, ഇത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനിട്ടുള്ളൊരു പണിയായെന്ന് തോന്നുന്നു. മറ്റേ എമ്പുരാന് അതുകൊണ്ട് പൃഥ്വിരാജിന് കൊടുത്തൊരു പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നാലും പക്ഷേ ഒരു വിശ്വസ്തത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമുക്കൊരു നാഷണൽ അതിന് അവാർഡ് കിട്ടുന്ന ഒരു നല്ല നടന്മാരായിരിക്കും, അല്ലെങ്കിൽ നല്ല നടിമാരായിരിക്കും, അല്ലെങ്കിൽ നല്ല ഡയറക്ടർമാരായിരിക്കും ഒരു വിശ്വസ്തത ഉണ്ടാവുമല്ലോ. ആ വിശ്വസ്തത പോയി കിട്ടി. ഇപ്പോഴത്തെ കാര്യത്തിൽ ഒന്നിനെപ്പറ്റിയും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഡൽഹിയിൽ നടന്നൊരു കേസ് പിന്നീട് ഞാനത് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ നിന്ന് 500ൻ്റെ കെട്ടുകൾ കത്തിയ രീതിയിൽ കണ്ടുപിടിച്ച് ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിപ്പം ഞാനത് പിന്നൊരിക്കൽ പറയാം. പക്ഷേ അതുപോലത്തെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരെയും വിശ്വസിക്കാനും ഒക്കത്തില്ല. പൈസ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൻ്റെ പേര് വരെ മാറ്റി പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട്
ഒന്നും പറയാൻ പറ്റത്തില്ല. നല്ലതുപോലെ നടക്കട്ടെ. കാരണം ഇനി നാഷണൽ അവാർഡ് വിന്നേഴ്സിന് ഉള്ളൊരു വാല്യൂ അതങ്ങ് പോയി കിട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്കും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നാഷണൽ അവാർഡ് വിന്നറാന്ന് പറയുമ്പോൾ നാഷണൽ അവാർഡ് വിന്നർ അതൊന്നുമില്ല, അതൊക്കെ പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ കിട്ടുന്നില്ലേ. അപ്പോൾ ജൂറിയുടെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ജൂറി ചെയ്തോളും എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായി. അപ്പോൾ ശരി, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ.